നമുക്കേ ഇങ്ങനത്തെ പായ് കേസുകൾ കൊണ്ട് ഇതുപോലെ ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഫ്ലവർ ഉണ്ടാക്കാനൊക്കെ പഠിച്ചതല്ലേ. അപ്പോൾ ഇതുപോലെ ചെയ്തൊക്കെ എല്ലാം ഭംഗിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എന്താ ചെറുപയർ ദോശ ഉണ്ടാക്കി. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്തതാണ്. പക്ഷേ ഇത് നമ്മൾ വേവിക്കാതെ ചെയ്താൽ ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. പിന്നെ ഉഴുന്നുവടയിൽ ഒരു ഇത്തിരി അരിപ്പൊടി കൂട്ടിയാൽ നല്ല തരിതരിയായിട്ടിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മല്ലിച്ചപ്പൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു കവറിട്ട് അങ്ങ് മൂടി കൊടുത്താൽ നല്ല പോലെ ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. പിന്നെ ഇത് ചട്ടിണി ഉണ്ടാക്കും, പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ. പിന്നെ ഞാനൊരു ടെക്നിക്ക് നമ്മുടെ കയ്യിലെടുത്തിട്ട് തന്നെ അങ്ങ് പിന്നെ കടുക് വറക്കൂട്ടോ. അപ്പോൾ പിന്നെ ആ കയ്യിൽ തന്നെ അങ്ങ് ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ പൊടിക്കൈകൾ ചെയ്യണതാ കേട്ടോ. പിന്നെ അതെ ഉഴുന്നുവട പൊരിക്കുകയാണ്. അപ്പോൾ ഉഴുന്നുവട നമുക്ക് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഉഴുന്നുവട അതേ കയ്യിൽ വെച്ചിട്ടും പിന്നെ ഒരുപാട് പ്രാക്ടീസിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്നവരല്ലല്ലോ. അപ്പോൾ നമുക്ക് പതുക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അത് എല്ലാവരും ഉഴുന്നുവട ഈ ദോശ വേവിച്ച് കൊടുത്താൽ മക്കൾക്ക് കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുത്താൽ നല്ലപോലെ കഴിക്കും. പക്ഷേ വേവിക്കണം ചെറുപയർ ആദ്യം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ ഓക്കെ ബൈ.